വിശാല് തന്ന ഈ സാരി ഉടുത്ത് വേണം മോള് മണിയറയിലേക്ക് പോവാൻ. ചെറിയമ്മ കൊണ്ടുവന്ന ഈ കുപ്പിവളകളും ഇടണം. പിന്നെ ഇത് കണ്ടോ, ഈ മാല. സുമംഗലികള് കുപ്പിവള ഇടണം എന്നാണ് പ്രമാണം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്ത് പ്രമാണം അല്ലേ? എന്നാലും ഇന്ന് ഇതൊക്കെ മോളുടെ കയ്യിൽ തന്നെ വേണം. മോള് പോയി ഈ സാരി ഉടുത്തിട്ട് വരൂ. ചെറിയമ്മ, മോള് മണിക്കുട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. വിശാൽ ഇവിടെ വരാത്തതില് മോള് വിഷമിക്കൊന്നും വേണ്ട. അവിടെ ഇരുന്നോണ്ട് അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വീട്, ഔട്ട് ഹൗസ് എന്ന വേർതിരിവൊന്നും അവന് തോന്നുന്നുണ്ടാവില്ല. കേട്ടില്ലേ പാറു? ചെറിയമ്മ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസായില്ലേ? ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ മോളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അവൻ മോൾക്ക് നിഷേധിച്ചു. ഭർത്താവ് അവഗണിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന, അത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. ഞാനത് മനസ്സിലാക്കിയത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാ. ചെറിയമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മോളെ. മോളെ കരഞ്ഞതിനേക്കാളും കൂടുതൽ ഇപ്പോഴും കരയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരെയും കാണിക്കുന്നില്ലെന്ന് മാത്രം. മോളെ പരിചയപ്പെട്ട നിമിഷം മുതൽ എന്റെ അനുഭവം മോൾക്ക് വരില്ലേന്നായിരുന്നു ചെറിയമ്മയുടെ പ്രാർത്ഥന മുഴുവൻ. ഇന്നത്തോടെ മോളുടെ കണ്ണീര് തോരും. അതിലേറ്റവും കൂടുതൽ സന്തോഷം ഈ ചെറിയമ്മയ്ക്കായിരിക്കും. ഈ സാരി ഉടുത്തിട്ട് വാ. സന്തോഷായില്ലേ പാറു? ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങായിരുന്നു. പോകുന്നതിന് മുമ്പ് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു. എന്താ ഡോക്ടർ? മിസ്റ്റർ പ്രതാപൻ ഇരിക്കും. കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു. പ്രഭാവതി ഇവിടെ കൊണ്ടുവരുമ്പോ വളരെ ക്രിട്ടിക്കലായിരുന്നു, അറിയാലോ? അറിയാം ഡോക്ടർ. എന്റെ ചേച്ചീനെ ഇല്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചേ. ഡോക്ടറും എടുക്കും ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ ചേച്ചി ജീവനോട് തിരിച്ചു കിട്ടിയത്. അതില് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറോട്. പിന്നെ വിശാല് ഡോക്ടറോട് വളരെ മോശമായി പെരുമാറി. അതിന് ഞാൻ ഡോക്ടറോട് ക്ഷമ ചോദിക്കുക. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെന്താ ഡോക്ടർ? പ്രഭാവതി സ്വന്തം ഇഷ്ടപ്രകാരം പോയിസൺ കഴിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമാണോ അതോ കൊലപാതക ശ്രമമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പോലീസാണ്. ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ വിവരം അറിയിക്കാനാ പ്രഭാവതിയുടെ ബൈസ്റ്റാൻഡറെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഡോക്ടർ എന്തിനാ പോലീസിനൊക്കെ വിളിച്ചറിയിച്ചേ? പോലീസിനെ അറിയിച്ചു എന്ന് പറഞ്ഞപ്പോ മിസ്റ്റർ പ്രതാപൻ ഒന്ന് പേടിച്ചല്ലോ. അതോ മർഡർ അറ്റംപ്റ്റ് തന്നെയാണോ? ആരാ പ്രഭാവതിയെ അപായപ്പെടുത്താൻ നോക്കിയത്? ഡോക്ടർ, അത് പ്രതാപന് പേടിയൊന്നുമില്ല ഡോക്ടർ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വിഷം കഴിച്ചതിന് പ്രതാപൻ എന്തിനാ പേടിക്കുന്നത്? പോലീസ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പ്രതാപ, വാ പോവാം. ആ, എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഡോക്ടർ. പ്രഭാവതിയുടെ ജീവൻ രക്ഷിച്ചത് ഞാൻ മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. നന്ദി പറയേണ്ടത് എനിക്ക് മാത്രമല്ല, പ്രഭാവതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ കുട്ടിയോടും കൂടിയാണ്. എന്താ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്? ആ, പാർവതി. പ്രതാപ, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാ. അവളോട് നന്ദി പറയണോത്രേ. അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവൾക്ക് വേണ്ടി ഞാനും അങ്ങ് പ്രാർത്ഥിച്ചേക്കാം. ആ നാശം പിടിച്ചവൾക്ക് നരകം തന്നെ കൊടുക്കണേ സർവേശ്വരന്മാരെന്ന്. ചേച്ചി ആശുപത്രി കിടക്കുമ്പോഴും അവള് ശ്രമിച്ചത് സൽപ്പേരുണ്ടാക്കാന്. പാതി ജീവനുമായി കിടക്കുന്ന ചേച്ചിയെ പോലും അവൾ അതിന് ഉപയോഗിച്ചു. എല്ലാ കണക്കുകളും ഒരുമിച്ച് തീർക്കണം ചേച്ചി. ഒരു സംശയവും വേണ്ട പ്രതാപ. മരണക്കുഴിയിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് വന്നത് അവൾ അലറി കരയുന്നത് കാണാൻ വേണ്ടി തന്നെയാ. ഇതുവരെ കളിച്ചതല്ല, ഇനി കളിക്കാൻ പോകുന്നതാ ശരിയായ കളി. കണ്ണാടി നോക്കിയിട്ട് മതിയായില്ലേ പാറു? കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ എത്രയായിട്ടും ഇപ്പോഴാ എന്റെ പാറു ശരിക്കും കല്യാണ പെണ്ണായത്.
നല്ല ചന്തമുണ്ട് പാറുവിനെ കാണാൻ. ദേ കളിയാക്കല്ലേ മണിക്കുട്ട. കളിയാക്കിയതല്ല പാറു, ഞാൻ സത്യാ പറഞ്ഞത്. ഇപ്പോൾ പാറുവിനെ കണ്ടാൽ വിശാൽ സാറിന് കുറ്റബോധം തോന്നും. കുറ്റബോധം തോന്നുന്നു? എന്തിന്? ഇത്രയും നല്ലൊരു സുന്ദരി പെണ്ണിനെ ഇത്രയും ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോന്ന്. മണിക്കുട്ട വേണ്ട കേട്ടോ, എന്റെ കയ്യിൽ നല്ല തല്ല് കിട്ടും. ഇപ്പോൾ പാറുവിനെ കണ്ടാൽ വിശാൽ സാറിന് കുറ്റബോധം തോന്നും. ഇത്രയും നല്ലൊരു സുന്ദരി പെണ്ണിനെ ഇത്രയും ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോന്ന്. മണി പറഞ്ഞതേ സത്യം തന്നെയാ പാർവതി. എനിക്കിപ്പോ ശരിക്കും കുറ്റബോധം തോന്നുക. നിന്റെ കണ്ണുകൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എപ്പോഴും ദേവീനാമം ഉരുവിടുന്ന നിന്റെ ചുണ്ടുകളുടെ വിശുദ്ധി, കൊത്തിവച്ചതുപോലെയുള്ള നിന്റെ മൂക്കിന്റെ ചന്തം, നിന്റെ കവിളുകളുടെ ചുവപ്പ്, ഈ ഓരോ മുടിയിൽ നിന്നും പടരുന്ന കാച്ചെണ്ണയുടെ ഗന്ധം, എല്ലാം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. മണിക്കുട്ടന് മാത്രല്ല, നിങ്ങൾക്കും മറ്റുള്ളവരെ കളിയാക്കാൻ വലിയ ഇഷ്ടമാ അല്ലേ? ഞാൻ കളിയാക്കിയതല്ല പാർവതി. അവിടെ ഇരുന്നോണ്ട് നീ അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പതിഞ്ഞ താളത്തിൽ മാത്രം നടക്കുന്ന, ഒരളവിൽ കൂടുതൽ ശബ്ദമുയർത്താത്ത കുലീനത്വമുള്ളൊരു പെൺകുട്ടി. ഈ നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാളും അവഗണിച്ചത്. ഞാനൊരു മണ്ടൻ തന്നെയാ. അല്ല, ഒന്നും നിങ്ങളുടെയോ എന്റെയോ കുറ്റമല്ല. ഒക്കെ ദൈവനിയോഗ. എന്നോട് ഇഷ്ടക്കേട് തോന്നിയതും ഇപ്പോ ഇഷ്ടം തോന്നിയതും എല്ലാം ദൈവനിശ്ചയം. ആ ദൈവത്തെ എനിക്കൊന്ന് കാണാൻ കഴിയോ? എന്തിനാ? നിന്നെ ഭാര്യയായി തന്നതിന് ഒരു നന്ദി പറയാന്. പാറു, എന്താ പാറു, സ്വപ്നം കാണുകയാണോ? ആരെയാ സ്വപ്നം കണ്ടത്? വിശാൽ സാറിനെയാണോ? ഒന്ന് പോ മണിക്കുട്ടാ. കുറച്ചു നേരം കൂടി ക്ഷമിക്കണ്ടേ പാറു? വിശാൽ സാറ് തന്നെ ഇവിടെ വന്ന് നിന്നെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. പെണ്ണിന്റെ നാണം കണ്ടില്ലേ? പാർവതി അവിടെ തലയിൽ മുല്ലുപ്പൂവൊക്കെ ചൂടി ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്നു. വിശാൽ ഇവിടെ അവളെ സ്വീകരിക്കാനായി കേക്കും കാൻഡിൽസും ഒക്കെ ഒരുക്കി വെക്കുന്നു. അത്താഴം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ക്ഷമ നശിച്ചിട്ടുണ്ടാവും രണ്ടാൾക്കും. ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല വിശാലെ. എത്ര നേരമായി? പാവം. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയി കൂട്ടിക്കൊണ്ടോ. ഓ ചെറിയല്ലേ. ഏയ് അതെ, അങ്കിള് പോയിട്ടുണ്ട് അതിന്. ആ അങ്കിളാ? വിശാലിനെ പോലെ അങ്കിളിലും മനംമാറ്റം ഉണ്ടായ? അല്ല, നീ എന്താ ഈ പെറുവിറുക്കുന്ന? പാർവതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനേ അങ്കിള് പോയത് എന്തുകൊണ്ട് നന്നായി. നീ പാർവതിയെ സ്വീകരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് അവളോട് വീണ്ടും ഉടക്കിയ പണി കിട്ടുമെന്ന് അങ്കിളിന് മനസ്സിലായി കാണും. നീ എന്താ പറഞ്ഞത്? പാർവതിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായെന്നോ? എടാ, നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ എന്താടാ ഇപ്പൊ ഇങ്ങനെ? ഇന്ന് നിന്റെ പാർവതിയുടെ ആദ്യരാത്രിയാണെന്ന് നീ തന്നെയല്ലടാ പറഞ്ഞത്. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇന്ന്
എന്റെ അവളുടെ ആദ്യ രാത്രിയാണെന്നോ? ആ ഇതേ ചെറിയ സൂക്കേടൊന്നും അല്ല. വേഗം പോയി ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. നീ തമാശ പറയുന്നതാണോ അതോ കാര്യമായിട്ടാണോ? എടാ, അവളെ സ്വീകരിക്കാൻ പോകുന്നത് തമാശയ്ക്ക് പോലും ഞാൻ പറയില്ല ഓമനക്കുട്ട. അതെ, അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമോ. അവളെ മധുരം കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയല്ലേ നീ എന്നെ കൊണ്ട് കേക്ക് വാങ്ങിപ്പിച്ചത്? എന്നെ കൊണ്ട് നാടൻ പാല് വാങ്ങിപ്പിച്ചത് ആതിരത്തിക്ക് വേണ്ടിയല്ലേ? എടാ, അത് നീ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാ. മധുരം കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി തന്നെയാ നിന്നോട് ഞാൻ കേക്ക് വാങ്ങാൻ പറഞ്ഞത്. അത് പക്ഷേ അവളെ സ്വീകരിക്കാനല്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന എന്റെ അമ്മയെ സ്വീകരിക്കാനായിട്ടാ. പക്ഷെ വിശാലെ, എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുക. പാർവതി അവിടെ നിന്റെ മണിയറയിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിരിക്കുക. എടാ, നീ എന്താ ഈ പറയുന്നേ? സത്യടാ, നീ എവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ആ പാവം. പാറുവിന്റെ മുഖത്തെന്താ ഒരു വിഷമം? വിഷമോ? എന്തിന്? എനിക്ക് ഒരു വിഷമവും ഇല്ല. ഉണ്ട്, അതിന്റെ കാരണവും എനിക്കറിയാം. വിശാൽ സാറ് വന്നാൽ നേരത്തെ ഈ സന്തോഷ വാർത്ത പറയാത്തതിന്റെ വിഷമല്ലേ? ഒന്ന് പോവും മണിക്കുട്ട. വിശാൽ സാറ് വരും പാറു. ഗാർഗി മണിയറ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല. മണിയറയിലെ ഒരുക്കങ്ങൾ കഴിഞ്ഞാലുടൻ വിശാൽ സാറ് വന്ന് പാറുവിനെ കൂട്ടിക്കൊണ്ടുപോകും. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്. നീ ഈ വഷളത്തരൊക്കെ എവിടെന്നാ പഠിച്ചേ? സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു വഷളത്തരമാണോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമില്ലാത്തതിലാ പ്രശ്നം. ഇവിടെ വന്നപ്പോ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പാറുവിന്റെ ഭർത്താവ് പാറുവിനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നോർത്ത്. ഇപ്പൊ ആ വിഷമം മാറി. ഭർത്താവിനെ സ്നേഹിക്കുന്നതിനിടയിൽ എന്നെ മറന്നു പോകരുതേ പാറു. എന്റെ മണിക്കുട്ടനെ ഞാൻ മറക്കോ? നീ എന്റെ ചക്കരയല്ലേ? പാറു, എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മണിക്കുട്ട? നീ നിന്റെ ഭർത്താവിനെ എന്താ വിളിക്കാറുള്ളത്? അദ്ദേഹത്തിനെ ഞാനൊന്നും വിളിക്കാറില്ല മണിക്കുട്ട. എന്റെ അടുത്ത് വന്നിട്ട് വേണ്ടേ എന്തെങ്കിലും വിളിക്കാൻ? നീ എന്താ പറഞ്ഞത്? അദ്ദേഹമെന്നോ? ഇനി അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ വിശാലേട്ടനെന്ന് പറയണം. പട്ടണത്തിലുള്ളവരെ പേരും വിളിക്കാറുണ്ട്. നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളും ഭർത്താവിനെ അദ്ദേഹം എന്നാ പറയാ. നിനക്കറിയില്ലേ? അത് ഗ്രാമത്തിൽ, ഇത് ഗ്രാമമല്ല, ഇത് പട്ടണമാ. ഇവിടെയുള്ള പെൺകുട്ടികൾ ഏട്ടനെന്ന് ചേർത്താ ഭർത്താവിനെ വിളിക്ക. നീയും അങ്ങനെ വിളിച്ചാ മതി. വിശാലേട്ടൻ. അയ്യോ, അങ്ങനെ വിളിക്കാൻ എനിക്ക് പറ്റില്ല മണിക്കുട്ട. അദ്ദേഹം, സാറ് എന്നൊക്കെ എന്റെ വായിൽ വരൂ. പറ്റും, ഒന്ന് ശ്രമിച്ചു നോക്ക് പാറു. വിശാലേട്ട. ഇനി ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. ആരോടെങ്കിലും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ എന്റെ വിശാലേട്ടനെന്ന് തന്നെ പറയണം. മനസ്സിലായോ? നീ എന്തൊക്കെയാ പറയുന്നേ മണിക്കുട്ട? ശരിക്കും നീ വഷളായിട്ടുണ്ട്. നല്ല അടി കിട്ടാഞ്ഞിട്ടാ.
മണിയറ സൂപ്പർ ആയിട്ടില്ലേ മണി? പൂക്കളെല്ലാം വിതറി ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചു. ഇനി എന്തെങ്കിലും വേണോ മണി? മണിയറയിൽ പഴങ്ങൾ വെക്കാറുണ്ട്, മധുര നാരങ്ങ, ആപ്പിളും മുന്തിരിയും ഒക്കെ. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാല് വേണ്ടേ? പാലും കൊണ്ടാ പാർവതി കേറി വരിക. പിന്നെ ഈ മണിയറയിലെ അലങ്കാരങ്ങളൊക്കെ കണ്ട് അവൾ അന്തം വിട്ടു നിൽക്കും. അതെ. ആ സമയത്ത് മനസ്സ് നിറയെ പ്രണയവുമായി വിശാൽ ബ്രോ അവളുടെ അടുത്ത് വന്ന് നിൽക്കും. അമ്മയില്ലാത്ത സമയത്ത് തന്നെ വിശാൽ ബ്രോ ഇത് തിരഞ്ഞെടുത്തത് നന്നായി. അമ്മ ആ കാഴ്ച കണ്ടാലേ ഉറപ്പായ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലേ മണി? പ്രഭാവതി അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാർവതി വിശാൽ ബ്രോയുടെ ഭാര്യയല്ലേ? സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയാൻ അമ്മയ്ക്ക് എന്ത് അധികാരം ഉള്ളത്? ഗാർഗി, എന്താ ഇതൊക്കെ? എന്തിനാ ഇപ്പൊ വന്നത്? പാർവതി മണിയറയിലേക്ക് വരില്ലേ? ആ സമയത്ത് മാത്രമേ വിശാൽ ബ്രോ ഇത് കാണാൻ പാടുള്ളൂ എന്നായിരുന്നു എന്റെ ആഗ്രഹം. നേരത്തെ കയറി വന്ന് സർപ്രൈസ് കോളം ആക്കി. ഇതൊക്കെ എന്താന്നാ ഞാൻ ചോദിച്ചത്? മണിയറ ഒരുക്കേണ്ടത് സഹോദരിയാ. ബ്രോയ്ക്ക് സഹോദരിമാരില്ലാത്തത് കൊണ്ട് ആ പണി ഞാൻ ഏറ്റെടുത്തു. നന്നായിട്ടില്ലേ? എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ? ഇവിടെ എന്താ ആർക്കും സുഖമില്ലേ? ഔട്ട് ഹൗസിൽ ഒരുത്തി ഞാൻ വിളിക്കാൻ ചെല്ലുന്നത് നോക്കിയിരിക്കുന്നു. ഇവിടെ ഒരാള് മണിയറ അലങ്കരിക്കുന്നു. അവളെ ഞാൻ സ്വീകരിക്കാൻ പോവാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? വിശാൽ ബ്രോ, എന്താ എന്താ ഇവിടെ ഒരു വഴക്ക്? വിശാലെ, എന്താ? വഴക്ക് പറയല്ല വേണ്ടത്, ഒന്ന് പൊട്ടിക്കാ വേണ്ടത്. അല്ല, എന്താ ഉണ്ടായെന്ന് പറയേ. ഇതെന്റെ മണിയറയാണ് പോലും. ഇവിടെ എന്റെ മണവാട്ടിയായിട്ട് ആ പാർവതി വരുമെന്ന് ബ്രോ തന്നെയല്ലേ അത് പറഞ്ഞത്? എന്ത്? ഞാൻ എന്തു പറഞ്ഞു എന്നാ നീ പറയുന്നത്? ഇന്ന് എന്റെ ആദ്യ രാത്രിയാന്ന് ഞാൻ പറഞ്ഞോ? മണിയറ ഒരുക്കി തരാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? പറ. അത് വിശാൽ, ഗാർഗി മാത്രമല്ല, പാർവതിയോടുള്ള നിന്റെ ഇഷ്ടക്കേടൊക്കെ മാറിയെന്നാ ഞാനും വിചാരിച്ചേ. ഇങ്ങോട്ട് വരാൻ വേണ്ടി അവളെ അണിയിച്ചൊരുക്കിയതും ഞാൻ തന്നെയാ. അത് ശരി. അപ്പോ എല്ലാരും കൂടി അറിഞ്ഞോണ്ടാണ് അവളുടെ ഒരു അലങ്കാര പണിയും മണിയറ ഒരിക്കലും. വിശാൽ ബ്രോ, നീ ഒന്നും പറയണ്ട.